ഈ ഒരു ഐറ്റം മാത്രം മതി മക്കളെ വയറ് നിറയെ ചോറുണ്ണാൻ. ഇത് വേറൊന്നുമല്ല, നമ്മുടെ പാലക്കാടൻ സ്പെഷ്യൽ നങ്കിമീനും അമരയ്ക്കയും കൂടെ വറ്റിച്ചതാണ് കേട്ടോ. അതിനായിട്ട് നാടൻ അമരയ്ക്ക എനിക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് നേരെയാക്കി വെച്ചു കേട്ടോ. അതിനുശേഷം കുറച്ച് നങ്കിമീനൊക്കെ എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് മാറ്റി വെച്ചേ. അതിനുശേഷം ഒരു ചെറിയൊരു മൺചട്ടി അടുപ്പിലോട്ട് വെച്ച് അതിലേക്ക് കുറച്ച് ചെറുള്ളിയും ഒരു തക്കാളിയും കുറച്ച് പച്ചമുളകും കൂടി ഇട്ടിട്ടൊന്ന് വേവിക്കുക കേട്ടോ. അതൊന്ന് വെന്ത് ഒരു 1/4 വേവാകുമ്പോൾ നമുക്ക് നമ്മുടെ അമരയ്ക്ക അതിലോട്ട് ഇടാവേ. അതിന് ശേഷം കുറച്ച് തേങ്ങ ചിരകാട്ടോ. ഇത് തേങ്ങ ഇല്ലാതെയും വെക്കാം, തേങ്ങ ഇട്ടിട്ട് വെക്കുന്നതാണ് ഞങ്ങൾക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരവിയെന്ന് മാത്രമേ ഉള്ളൂ. ആ തേങ്ങ ചിരവിയതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. ആ അരപ്പ് ഇത് ഒന്ന് വേവുമ്പോൾ ഇതിലേക്ക് ഒഴിക്കുകയാണേ. നമ്മുടെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതൊന്ന് തിളച്ച് പാകമായിട്ട് വരുമ്പോഴുണ്ടല്ലോ നമ്മുടെ മീൻ അതിലോട്ട് ഇടുക കേട്ടോ. നങ്കിമീൻ അതിലോട്ട് ഇട്ട് കഴിയുമ്പോൾ ഇതൊന്ന് തിളച്ച് സെറ്റായിട്ട് വരുമ്പോൾ ഒരു മണമുണ്ട് കേട്ടോ. അടിപൊളിയാണ് മക്കളെ. നമ്മൾ ഈ പുളിയുള്ള ഐറ്റംസൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ വായിൽ വെള്ളം വരില്ലേ, അതുപോലെ എൻ്റെ വായിൽ വെള്ളം വന്നു കേട്ടോ. അത്രയും നല്ല മണമാണേ. അല്ലെങ്കിലും ഈ നാടൻ കറികൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതിൽ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലെങ്കിലും അത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം നമ്മുടെ കറി പാകമായി. അപ്പോൾ ലാസ്റ്റ് അതിൻ്റെ ഫൈനൽ സ്റ്റേജ് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ, ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ തൂവി കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടോ. അപ്പോൾ മറക്കണ്ട, ട്രൈ ചെയ്തോളൂ. നമുക്ക് വീണ്ടും കാണാം. ബൈ.